കുറച്ചു ദിവസങ്ങളായി കേരളത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു തട്ടിപ്പാണ് നടൻ കൃഷ്ണകുമാറിന്റെയും മകളുടെയും സ്ഥാപനത്തിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേട്. ഇന്ന് എഡിറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും ഇതാണ്. നമ്മളിപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് എന്നാണ്. കാരണം ഈ വിഷയത്തിൽ രണ്ട് ഭാഗമാണുള്ളത്. ഇരു കൂട്ടരും കേസ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇരുവിഭാഗത്തിന്റെ വാദവും ചർച്ചയ്ക്കെടുക്കുക തന്നെ വേണം. കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും ആരോപിക്കുന്നത് പോലെ ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ് എങ്കിൽ ഇത് നൽകുന്ന സന്ദേശം വളരെ വലുതായിരിക്കും. ജോലിക്കാരെ വിശ്വസിച്ച് അങ്ങോളം ഇങ്ങോളം കച്ചവടം നടത്തുന്ന നിരവധി വ്യാപാരികളാണ് കേരളത്തിലുള്ളത്. ഈ സംഭവം പുറത്തു വന്നതിനു ശേഷം ഒട്ടുമിക്ക സംരംഭകരും തങ്ങളോടൊപ്പമുള്ള ജോലിക്കാരെ ഒരു സംശയ ദൃഷ്ടിയോടെ മാത്രമേ കാണൂ. കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ സിനിമാ പശ്ചാത്തലം മാറ്റി നിർത്തിയാൽ ഒരു സാധാരണ വ്യവസായിക്കാണ് ഇത് സംഭവിക്കുക എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികളുടെ ഭാഗത്താണ് ഞാൻ. ഈ 60 ലക്ഷത്തിൽ പരം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒറ്റ അടിക്ക് നഷ്ടപ്പെട്ടതല്ല. ദിയ ഷോപ്പിൽ പോകാതിരുന്ന 6 മാസം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. 6 മാസം കൊണ്ട് 60 ലക്ഷം പോയെങ്കിൽ ഒരു മാസത്തിൽ ആവറേജ് 10 ലക്ഷം രൂപ. ഒരു സ്ഥാപനത്തിലെ വിൽപ്പനയിൽ ഒറ്റയടിക്ക് 10 ലക്ഷം രൂപയുടെ ഇടിവ് വരുമ്പോൾ സ്വാഭാവികമായും ഉടമസ്ഥയ്ക്ക് മനസ്സിലാകില്ലേ എന്തുകൊണ്ട് അവർ ആദ്യ മാസങ്ങളിൽ ഇത് ശ്രദ്ധിച്ചില്ല. ഇതിനു പിന്നിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ആരോപിക്കുന്നത് പോലെ നികുതി വെട്ടിപ്പും സംശയിക്കാം. ഈ വിഷയത്തിൽ കൃഷ്ണകുമാറിന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും വളരെ ശക്തമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കമന്റുകൾ കൂടുതലും കൃഷ്ണകുമാറിനെയും മകളെയും പിന്തുണച്ചുള്ളതുമാണ്. വരും ദിവസങ്ങളിൽ കേസ് തെളിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.